ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. അത് നമുക്ക് ചൈതന്യം നൽകുന്നതാണ്. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്നതുമാണ്. എന്നാൽ ഒരുവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവൻ എങ്കിലും ആ വചനം പറയുന്നത് പോലെ ചെയ്യാതിരുന്നാൽ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു പ്രായോഗിക തലത്തിലേക്ക് ആ വചനം ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ആ വചനത്തിലുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ വചനം നമുക്ക് ഉപകാരമായി തീരുകയുള്ളൂ. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം അത് പൂർണ്ണതയുള്ളതാണ്, തികഞ്ഞ ന്യായപ്രമാണമാണ്. അത് നമുക്ക് സ്വാതന്ത്ര്യം നൽകിത്തരുന്ന വചനമാണ്. ആ വചനത്തെ ഉറ്റുനോക്കി അതിൽ നിലനിന്നാൽ നമുക്കൊരു പ്രവൃത്തിയുണ്ട്. എന്താണ് ആ പ്രവൃത്തി? ദൈവം നമ്മോട് വിശുദ്ധരാകണമെന്ന് ആവശ്യപ്പെട്ടാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുവാനോ, പാപികളുടെ വഴി നിൽക്കുവാനോ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുവാനോ, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനോ നമുക്ക് കഴിയുകയില്ല. അവിടെ ഇതാ ഒരനുസരണം, ഒരച്ചടക്കം, ഒരു സമർപ്പണം, ഒരു വേർപാട് ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഒരു പുതിയ പാത്രമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ അതിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അനുസരണം. സുവിശേഷം പങ്കുവെക്കണം, പുറപ്പെടണം എന്ന് ദൈവം പറയുമ്പോൾ ആ ശബ്ദത്തോട് പ്രതികരിച്ച് അനുസരണം കാണിക്കുന്ന ഒരു തലമുണ്ട്. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മ ആചരിക്കണമെന്ന് ദൈവം പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കണമെന്ന് പറഞ്ഞാൽ, വിശ്വസിക്കണം, സ്നാനമേൽക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യം വസിക്കണം എന്നൊക്കെ ദൈവം നമ്മോട് പറഞ്ഞാൽ അതിനോട് അനുസരണം കാണിക്കുന്നത് പ്രവൃത്തി തലമാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വചനം പറയുന്നു, വിശ്വാസത്തോടുകൂടെ പ്രവൃത്തി വെളിപ്പെട്ടാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, അത് വലിയ ചതിയാണ്. കേൾക്കുന്ന വചനം അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ടു വരുന്നില്ലെങ്കിൽ നാം നമ്മെ തന്നെ ചതിക്കുകയാണ്. വചനം കേൾക്കുന്നവർ ആയി മാത്രമല്ല, അത് ചെയ്യുന്നവരായി വിരിപ്പിൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവ വചനത്തോട് നമുക്ക് പ്രതികരിക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുവാൻ മനസ്സ് വയ്ക്കാം. വിശുദ്ധിക്കും വേർപാടിനുമായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിങ്കൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.